ഇടുക്കി ഇരട്ടയാർ ടണലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 12-കാരനായി തിരച്ചിൽ പുനരാരംഭിച്ചു. ടണലിനുള്ളിൽ ഡ്രോൺ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. ഉപ്പുതറ മയിലാടുംപാറ രതീഷിന്റെ മകൻ അസൗരേഷിനെയാണ് കാണാതായത്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എങ്ങനെയാണ് ഈ തിരച്ചിലിന്റെ പുരോഗതി? വേണു, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഇരട്ടയാർ ടണലിൽ നിന്ന് വെള്ളം വന്ന് ചേരുന്ന, ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം വന്ന് ചേരുന്ന അഞ്ചുരുളി എന്ന് പറയുന്ന ഭാഗത്താണ്. ഇവിടെയാണിപ്പോൾ സ്കൂബ ടീമിന്റെ പരിശോധന നടക്കുന്നത്. കോതമംഗലത്ത് നിന്നും തൊടുപുഴയിൽ നിന്നുമുള്ള സ്കൂബ ടീമുകളുടെ പരിശോധന പുരോഗമിക്കുകയാണ്. അസൗരേഷിനെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 12 വയസ്സുകാരനാണ്. ഇന്നലെ അതിലെന്ന് പറയുന്ന കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഓണാവധിക്ക് ബന്ധുവീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇന്നലെ രാവിലെ ഇരട്ടയാറിലെ ഈ ടണലിലേക്ക് കുട്ടികൾ കാൽവഴുതി വീഴുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തത്. ഇന്നലെ വൈകിട്ട് വരെ ഈ അസൗരേഷിന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. പിന്നീട് അനുയോജ്യമല്ലാത്ത സാഹചര്യത്തിൽ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ഇന്ന് രാവിലെ വീണ്ടും പുനരാരംഭിക്കുകയുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സ്കൂബ ടീമുകൾ വെള്ളത്തിൽ മുങ്ങിയുള്ള ഒരു പരിശോധനയാണ്. ടണലിനുള്ളിൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയുമുണ്ട്. ഏതെങ്കിലും വിധേന ഈ കുട്ടി ടണലിനുള്ളിൽ തടഞ്ഞു നിൽപ്പുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നത്. അത് ഇരട്ടയാർ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഈ അഞ്ചുരുളി ഭാഗത്തുനിന്നും 2 തവണയായി പരിശോധന നടത്താൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്ത്, ഈ അഞ്ചുരുളി ഭാഗത്ത് കുട്ടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഉടൻ തന്നെ ഈ കുട്ടിയെ രക്ഷിക്കാൻ കഴിയും, പുറത്തെടുക്കാൻ കഴിയും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൂടി ഈ സ്കൂബ ടീമിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മരിച്ച അതുൽ എന്ന് പറയുന്ന കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായിരുന്നു. സംസ്കാരം പിന്നീടാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, 12-കാരനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അവിടെ രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.